So welcome back to yet another episode of PT session. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ക്രൈബ് ഇമേജ് ആണ്. ഡിസ്ക്രൈബ് ഇമേജ് പല രീതിയിലുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നവരാണെങ്കിലും നമുക്ക് പല രീതിയിലും ഡിസ്ക്രൈബ് ഇമേജ് ഉണ്ട്. ഫസ്റ്റ് ഇസ് ഇമേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗ്രാഫുകൾ ഉണ്ടാവും, പൈ ചാർട്ട് ഇതുപോലത്തെ ചാർട്ടുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ടാബുലർ ഫോമിൽ ഒരു എക്സ് ആക്സസ് വൈ ആക്സസിലെ ലൈൻ ചാർട്ട് ഉണ്ടാവാം, എന്തും ഒരു ടേബിൾ രീതിയിൽ കോണ്ടന്റ് ഉണ്ടാവാം. അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കമ്പാരിസൺ. ഇത് കാണുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പൈ ചാർട്ടാണ് അല്ലേ? പൈ ചാർട്ടാണ്. ആ പൈ ചാർട്ടിൽ 3 കോണ്ടെക്സ്റ്റിലാണ് നമുക്ക് പൈ ചാർട്ട് കിട്ടിയിരിക്കുന്നത്. ബട്ട് നമുക്ക് ആദ്യം ഇതിന്റെ ബേസിക്സ് മനസ്സിലാക്കാം. വാട്ട് ഈസ് ഡിസ്ക്രൈബ് ഇമേജ്? ഡിസ്ക്രൈബ് ഇമേജിൽ എന്താണ് ശരിക്കും നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പി ടിയിൽ അറ്റംപ്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഹിയർ യു സി, ലുക്ക് അറ്റ് ദ ചാർട്ട് ബിലോ. ഇൻ 25 seconds പ്ലീസ് സ്പീക്ക് ഇൻ ടു ദ മൈക്രോഫോൺ. അപ്പോൾ എത്ര സെക്കൻഡ് കിട്ടുന്നു? 25 seconds. ആൻഡ് ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ ദ ചാർട്ട്സ് ആർ ഷോയിങ്. യു വിൽ ഹാവ് 40 seconds ടു ഗിവ് യുവർ റെസ്പോൺസ്. 25 സെക്കൻഡ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ പ്രിപ്പറേഷൻ ടൈമിന്. ആൻഡ് ദെൻ യു ഹാവ് ടു സ്പീക്ക് ഫോർ 40 seconds. And that should be your target. So first thing, you are having 3 pie charts. Comparison ആണ്. Single chart ആണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. But here it is a comparison chart. This is the hardest one attempt that we are going to make. എങ്ങനെയാണ് ഇത് എല്ലാം കൂടി ഉൾക്കൊള്ളിക്കാൻ പറ്റുക? ഇനി അടുത്ത കാര്യം ഞാൻ പറയുന്നത് വീണ്ടും വ്യക്തമാക്കി പറയുന്നു, ടെംപ്ലേറ്റ്സ് ആർ നോട്ട് വർക്കിംഗ്. സോ ടെംപ്ലേറ്റ്സ് ആശ്രയിച്ച് കീവേഡ്സ് മാത്രം പറഞ്ഞ് നിങ്ങൾ സ്കോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ that won't work. So let us focus on bringing genuinity into your content, bringing more of the original content from your part, and not focusing on by hearting the templates. That should be your first focus. Now 2024 മുതൽ എല്ലാ സിനാരിയോ മാറാണ്. Still now ടെംപ്ലേറ്റ് വർക്ക് ചെയ്തിരുന്നു. ഇനി ടെംപ്ലേറ്റ്സിന്റെ സാന്നിധ്യം പതുക്കെ കുറഞ്ഞു വരാണ്. അത് പലപ്പോഴും പല സ്റ്റുഡൻസും എക്സാം അറ്റൻഡ് ചെയ്തവരും അവർ പറയുന്നുണ്ട്. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? ഇവിടെ നോക്കാം. വേൾഡ് സ്പെൻഡിങ്, വേൾഡ് പോപ്പുലേഷൻ ആൻഡ് കൺസംഷൻ ഓഫ് റിസോഴ്സസ്. അപ്പോൾ 3 എണ്ണം ഉണ്ട്. അപ്പോൾ അതർ ഫുഡ്, പിന്നെ ഏഷ്യ, വേൾഡ് പോപ്പുലേഷൻ, കൺസംഷൻ. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് USA യൂറോപ്പിൽ കൺസംഷൻ ഓഫ് റിസോഴ്സസ് ആരാ കൂടുതൽ ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഡേറ്റ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഡേറ്റ നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് അത് അനലൈസ് ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ആദ്യത്തെ കാര്യം, ബിഫോർ വി അനലൈസ്, എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് ഡിസ്ക്രൈബ് ഇമേജ് കൃത്യമായി മനസ്സിലാക്കുന്നത്? കോണ്ടന്റിൽ എന്താണ് കീ എലമെന്റ്സ്? റിലേഷൻഷിപ്പ്, ഡെവലപ്മെന്റ്സ് ആൻഡ് കൺക്ലൂഷൻ. കോണ്ടന്റിൽ എന്തൊക്കെ ഉണ്ടാവണം? കീ എലമെന്റ്സ് ഉണ്ടാവണം. കീ എലമെന്റ്സ് മീൻസ് വാട്ട് ഈസ് ദ image all about. That should be your focus. Now next is pronunciation. Clear consonant and vowel sound. Clear consonant. പലപ്പോഴും സ്റ്റുഡൻസിന് തെറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ വർക്ക്ഡ് എന്ന് പറയില്ല, അവർ വർക്ക്ഡ് അല്ലെങ്കിൽ വർക്ക് എന്ന് മാത്രമേ പറയുള്ളൂ, വർക്ക്ഡ് എന്ന് പറയില്ല. ED ഫോം അവർ ഉപയോഗിക്കാൻ ശീലിച്ചിട്ടില്ല. അത് ഒരുമിച്ച് പറഞ്ഞു പോകുന്ന കാരണം ഓക്കെ ഒരു കൺസിഡറേഷൻ ഇല്ല. ബട്ട് ഹിയർ AI is assessing you. So then what you have to do, you have to make sure ES ഫോം അല്ലെങ്കിൽ എസിന്റെ എൻഡിങ് ഫോംസ് അല്ലെങ്കിൽ ED ഫോംസ് ക്ലാരിറ്റിയോടുകൂടി പറയണം. അത് ഇവിടെ ഡിസ്ക്രൈബ് ഇമേജിൽ മാത്രമല്ല, റീഡ് അലൗഡ് തുടക്കം മുതൽ. റീഡ് അലൗഡിൽ നിങ്ങൾ അത് കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ആൻ ഇഷ്യൂ വെൻ യു സ്റ്റാർട്ട് ഡൂയിങ് ഡിസ്ക്രൈബ് ഇമേജ്. സോ കൺസിഡർ ദീസ് ഫാക്ടേഴ്സ്. നൗ പ്രൊനൗൺസിയേഷൻ, ഈസിലി അണ്ടർസ്റ്റുഡ്, സ്ട്രെസ് ആൻഡ് കണക്റ്റഡ് സ്പീച്ച്. എന്താ വേർഡ്സിൽ സ്ട്രെസ്, എല്ലാ ഇമ്പോർട്ടൻറ്റ് വേർഡ്സിലും നിങ്ങൾ സ്ട്രെസ് ചെയ്യണം. കണക്റ്റഡ് സ്പീച്ച് എന്ന് വെച്ചാൽ ആൻഡും ദയബായി എന്നൊക്കെ ഉപയോഗിക്കുന്നത്, അതിനൊക്കെ ലെസ് സ്ട്രെസ്സും മെയിൻ കീവേഡ്സിന് കൂടുതൽ സ്ട്രെസ്സും കൊടുക്കുക. ഇനി അടുത്തത് ഈസിലി അണ്ടർസ്റ്റുഡ്. ചില വാക്കുകൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഒരാളോടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എത്രത്തോളം ക്ലാരിറ്റിയിൽ സംസാരിക്കാൻ നോക്കും. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, അത് ക്ലാരിറ്റിയിലാണ് സംസാരിക്കുന്നത്. ബട്ട് അതർവൈസ് AIനോട് എങ്ങനെയെങ്കിലും കടമ തീർത്ത് നമ്മൾ ഡിസ്ക്രൈബ് ഇമേജ് തീർക്കാന്നല്ല നമ്മുടെ ആസ്പെക്ട്. ഇറ്റ് ഷുഡ് ബി ഈസിലി അണ്ടർസ്റ്റുഡ്. സോ പ്രൊനൗൺസിയേഷൻ ഫാക്ടർ മാറ്റേഴ്സ്. നൗ ഓറൽ ഫ്ലുവൻസി. പലപ്പോഴും ഫ്ലുവൻസി ഒരു ഫാക്ടർ കൺസിഡർ ചെയ്യാറില്ല സ്റ്റുഡൻസ്. കോണ്ടന്റ് ആൻഡ് ഫ്ലുവൻസി ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ്, ഒരുമിച്ച് പോകുന്ന ഒരു കാര്യമാണ്. കോണ്ടന്റ് നിങ്ങളുടെ കുറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലുവൻസി കുറയും. ഫ്ലുവൻസി കൂടിയാൽ പക്ഷെ കോണ്ടന്റ് കുറഞ്ഞാൽ
ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ എല്ലായ്പ്പോഴും ഇപ്പോൾ യു ആർ ഗെറ്റിംഗ് എ 40 seconds, try to fill in all the 40 seconds, the total maximum of 40 seconds. Don't get lesser than that. ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചു പോകേണ്ട കാര്യമാണ്. സോ ഓറൽ ഫ്ലുവൻസി ഇസ് മസ്റ്റ്. സ്റ്റുഡൻസ് എന്താ ചെയ്യുക, സ്റ്റുഡൻസ് മിക്കവാറും ചെയ്യുന്നത് കോണ്ടന്റിൽ ഫോക്കസ് ചെയ്യും, ഫ്ലുവൻസിയിൽ ഫോക്കസ് ചെയ്യില്ല. കോണ്ടന്റിൽ ഫോക്കസ് ചെയ്യും, ഫ്ലുവൻസിയിൽ ഫോക്കസ് ചെയ്യില്ല. അപ്പൊ കോണ്ടന്റിൽ ഫോക്കസ് ചെയ്താൽ മാത്രം പോരാ, ഫ്ലുവൻസി ഷുഡ് ബി യുവർ അൾട്ടിമേറ്റ് ഫോക്കസ്. ഫ്ലുവൻസി ഷുഡ് ബി യുവർ അൾട്ടിമേറ്റ് ഫോക്കസ്. അത് എപ്പോഴും ശ്രദ്ധിച്ചു പോകണം. ഓക്കെ, നൗ നെക്സ്റ്റ് നമുക്ക് അടുത്തത് നോക്കാം. അനലൈസ് ദ ഇമേജ്. ഹൗ ടു ഡു ഇറ്റ്, ഹൗ ടു യൂസ് ദ പ്രിപ്പറേഷൻ ടൈം. ഈ 25 സെക്കൻഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹൗ ടു യൂസ് ഇറ്റ്, ദാറ്റ് ഷുഡ് ബി യുവർ ഗോൾ. ഹൗ ടു യൂസ് ദ ഇമേജ്. ഫസ്റ്റ് ഇസ് അനലൈസ് ദ ഇമേജ്. മനസ്സിലാക്കുക എന്താണ് ഇമേജ്, എന്തിനെ കുറിച്ചാണ്, പിക്ചർ ആണോ, ഗ്രാഫ് ആണോ, ചാർട്ട് ആണോ, എന്താണെന്ന് അനലൈസ് ചെയ്യുക. മെയിൻ ഐഡിയാസ്, ടൈറ്റിൽ എന്താണ് പറയുന്നത്, ലേബിൾസ്. ആ ഒരു ഡിസ്ക്രൈബ് ഇമേജിൽ നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഇതൊക്കെയാണ് ലേബിൾസ്. വേൾഡ് പോപ്പുലേഷൻ, അതേഴ്സ്, യൂറോപ്പ്, കൺസംഷൻ ഓഫ് റിസോഴ്സ്, ഇതൊക്കെ ലേബിൾസ് ആണ്. ആ ലേബിൾസ് എന്താണ് പറയുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് ഹെഡിങ്സ്. എന്താണ് ഹെഡിങ് പറഞ്ഞേക്കുന്നത്? ഹെഡിങ് ഇവിടെ എന്താണ് ഹെഡിങ്? വേൾഡ് പോപ്പുലേഷൻ, വേൾഡ് സ്പെൻഡിങ്, കൺസംഷൻ ഓഫ് റിസോഴ്സസ്, ഇതൊക്കെയാണ് ഇത്. പിന്നെ കീ എലമെന്റ്സ്, എന്തൊക്കെയാണ് ഡേറ്റ്, ഏതൊക്കെ ഡേറ്റിലാണ്, എത്ര പെർസെൻറ്റേജ് ആണ്, ചേഞ്ചസ് എന്താണ്, ട്രെൻഡ് എന്താണ്, ഫീച്ചേഴ്സ് എന്താണ്. ഇപ്പൊ ഇത് മിക്കവാറും സംഭവിക്കുന്നത് എന്താ, ട്രെൻഡും അല്ലെങ്കിൽ കമ്പാരിസൺ ചെയ്യുന്നത് ഒരേ കോൺസെപ്റ്റിൽ. ഇപ്പൊ ഒരു വർഷം ഇത് നടന്നു, അടുത്ത വർഷം ഇതായിരുന്നില്ല. അപ്പൊ അത് ആ കമ്പാരിസൺ നമുക്ക് നടത്താം. ബട്ട് ഇഫ് ദ ഗ്രാഫ് പൈ ചാർട്ട് ഇസ് ടോക്കിംഗ് അബൌട്ട് ഡിഫറെന്റ് ഇൻഫർമേഷൻ, then you cannot compare. അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അടുത്തത്, how information is connected, compare the data, explain the relationship. ഇപ്പൊ ഇവിടെ ഇതിനെ സംബന്ധിച്ച് ഇവിടെ കമ്പാരിസൺ നടക്കില്ല, ബട്ട് കണക്ഷൻ പറഞ്ഞു കൊടുക്കാം. വേൾഡ് സ്പെൻഡിങ് എങ്ങനെയാണ് വേൾഡ് പോപ്പുലേഷന് കണക്റ്റഡ്, ബുദ്ധിമുട്ടണ്ട, നമുക്ക് പറഞ്ഞു തരാം, മനസ്സിലാക്കി തരാം. ഓക്കെ, ആൻഡ് കൺസംഷൻ ഓഫ് റിസോഴ്സസ്, എങ്ങനെയാണ് റിസോഴ്സസ്, ഏത് കൺട്രിയാണ് കൂടുതലും എക്സ്പ്ലോർ ചെയ്യുന്നത്, കൂടുതൽ US ആൻഡ് യൂറോപ്പ് ആണോ കൂടുതൽ, അതാണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വേറിട്ട് മനസ്സിലായി യൂറോപ്പാണ്, അമേരിക്കയാണ്, ആഫ്രിക്കയാണ്, ഏഷ്യയാണ്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ഏത് കോണ്ടിനെന്റ്സ് ആണ് കൂടുതൽ ചെയ്യുന്നത് എന്ന് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹൗ ഇറ്റ് ഇസ്, ആൻഡ് ടേക്ക് നോട്ട്. 25 സെക്കൻഡ് നിങ്ങൾക്ക് ഉള്ളൂ, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് വാട്ട് എവർ ഇസ് ദെയർ, ട്രൈ ടു ടേക്ക് നോട്ട്സ്. ഇഫ് യു ഫെയിൽ ടു ടേക്ക് നോട്ട്സ്, സാർ ഞാൻ പറഞ്ഞോളാം, ഇത് കുഴപ്പമില്ല, ഇത് സിമ്പിളാണ്, എനിക്ക് പറയാനാണ്. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു ടേക്ക് നോട്ട്സ്. ഇഫ് യു ആർ നോട്ട് ടേക്കിംഗ് നോട്ട്സ്, ദെൻ യു ആർ നോവെയർ. നിങ്ങൾക്ക് ഫ്ലുവൻസി ഉണ്ടാവില്ല, കോണ്ടന്റ് ഉണ്ടാവില്ല. അടുത്തത്, അപ്പൊ നമുക്കൊന്ന് സാമ്പിൾ റെസ്പോൺസ് നോക്കാം. ഇത് എന്താണ്, പൈ ചാർട്ടാണ്. അപ്പൊ there are 3 pie charts shows എന്തൊക്കെ, വേൾഡ് സ്പെൻഡിങ്, വേൾഡ് പോപ്പുലേഷൻ, കൺസംഷൻ ഓഫ് റിസോഴ്സസ്. ഇതാണ് 3. ഓക്കെ, നൗ ഇവിടെ നോക്കാം. ഓൾമോസ്റ്റ് two-third of world spending is on everyday essentials, transport, housing and clothing. അപ്പോൾ 2/3, ഈ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ഈ 2/3 ഓഫ്, ഇവിടെ നമ്മൾ 2/3 ഇവിടെ നോക്കൂ. 2/3 of the world spending is on everyday essentials. എന്നുവെച്ചാൽ ട്രാൻസ്പോർട്ട്, ഹൗസിംഗ് ആൻഡ് ക്ലോതിങ്ങിന് ആണ് കൂടുതലും ആൾക്കാർ കാശ് ചെലവാക്കുന്നതെന്നാണ് കാണിച്ചേക്കുന്നത്. ഒന്ന് നോക്കൂ, ഇത് നമ്മൾ ഒറ്റയടിക്ക് ഒറ്റ ലൈനിൽ പറഞ്ഞു. നമുക്ക് എല്ലാ ഡേറ്റയും ഒരുമിച്ച് പറയേണ്ട ആവശ്യമില്ല. ബട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫുഡ് ഒരു കീവേഡ് എടുത്തു, ക്ലോതിങ് എടുത്തു, ഹൗസിംഗ് എടുത്തു, ട്രാൻസ്പോർട്ട് എടുത്തു. അപ്പോൾ ഒരുമിച്ച് ക്ലബ് ചെയ്തിട്ട് നമുക്ക് 2/3 ആക്കി. അപ്പോൾ ഇവിടെ ഇത് ശ്രദ്ധിച്ചറിയാം. നൗ വിത്ത് സ്പെൻഡിങ് ഓൺ ഫുഡ് ബീങ് ദ ഹയസ്റ്റ് there at 24. ഇനി ഹയസ്റ്റ് ഇവിടെ പറഞ്ഞു, ഹയസ്റ്റ് മാത്രമേ പറഞ്ഞുള്ളൂ. ഹയസ്റ്റ് എന്താണ്, 24%. ഓക്കെ, now world population lives in Asia with 10 to 15% living in each of Europe. അപ്പോൾ വേൾഡ് പോപ്പുലേഷൻ എവിടെയാണ് കൂടുതലും താമസിക്കുന്നത്, ഹയസ്റ്റ് പോപ്പുലേഷൻ എവിടെയാണ്, ഇവിടെ ഹയസ്റ്റ്, ജസ്റ്റ് ബിലോ 60%, അല്ലെങ്കിൽ 57% പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, now and 10 to 15% living in each of Europe, America and Africa. 10 to 15%, നോക്കൂ, ഇവിടെ 10%, 14%. അപ്പോൾ somewhere ranging between 10 to 15% ആണ് അമേരിക്കയിലും യൂറോപ്പിലും ആഫ്രിക്കയിലും താമസിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, 2 regions, the USA and Europe consume 60% of world resources. അപ്പോൾ ഏറ്റവും കൂടുതൽ
കൺസംഷൻ എവിടെയാണ് നടക്കുന്നത്? USA ആൻഡ് യൂറോപ്പിൽ 60% ആണ്, ബാക്കിയുള്ള കൺട്രീസിൽ കുറവാണ്. അപ്പം ഇത് കണ്ടു. അപ്പോൾ ഓവറോൾ വാട്ട്, അപ്പോൾ നമ്മളിവിടെ കൺക്ലൂഷൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ടൈറ്റിൽ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമ്മൾ മിഡ് പോർഷൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു ഒറ്റയടിക്ക്. ഇനി നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. എന്താണ് കൺക്ലൂഷൻ? ദ സ്റ്റാൻഡ്സ് ഔട്ട്, വാട്ട് സ്റ്റാൻഡ്സ് ഔട്ട് ഇൻ യൂറോപ്പ് ആൻഡ് ഓസ്ട്രേലിയ വിത്ത് ടുഗദർ 2/3 of the global population consume nearly 2/3 of the world resources. നമ്മൾ ഒരു ഓവറോൾ കാര്യം പറഞ്ഞു. ഏറ്റവും കൂടുതൽ USA ആൻഡ് യൂറോപ്പിലാണ് താമസിക്കുന്നുണ്ടെങ്കിൽ, കുറവാണ് താമസിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കൺസംഷൻ നടക്കുന്നത് USA ആൻഡ് യൂറോപ്പിലാണ്. അപ്പോൾ നോക്കൂ, ക്ലാരിറ്റിയോടുകൂടി നമ്മൾ കാര്യം പറഞ്ഞു. ബട്ട് വിൽ ഇറ്റ് ബി ഓക്കെ ടു സേ വിത്തിൻ 25 seconds? Prepare within 25 seconds, you will be able, but with practice. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഒരു മിഡ് പോർഷൻ എന്താണ്? The content, first portion, introduction, and the last portion. ഇവിടെ നോക്കൂ, 2 regions, USA and Europe, consume 60% of world resources. ഇനി അടുത്തത് ഇവിടെ നോക്കാം, 2/3, 60%, 1/3. ഇതിന്റെ ഉപയോഗം ശരിക്കും നിങ്ങൾ ചെയ്യണം. 2/3, approximately 60%, exact 50%, exact 40%, exact 57% എന്ന് പറയണമെന്നില്ല. അപ്രോക്സിമേറ്റ്ലി 60% പറഞ്ഞാലും ഈ വിത്ത് ഫ്ലുവൻസി നിങ്ങൾ കോണ്ടന്റ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോർ കിട്ടും. ബട്ട് പ്രോബ്ലം ഈസ് ദർ അറൈസസ്, സർ ഞാൻ ടെംപ്ലേറ്റ് പഠിച്ചിട്ട് ആ ടെംപ്ലേറ്റ് മാത്രം പഠിച്ചാൽ മതി. ഡു നോട്ട് സ്റ്റിക്ക് ഓൺ ടു ചേഞ്ച് യുവർ സെൽഫ്. ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് എ ഗുഡ് സ്കോർ ഈവൻ ആഫ്റ്റർ മൾട്ടിപ്പിൾ attempts, there is something that you need to change. പല പ്രാവശ്യവും എക്സാം എഴുതിയിട്ട് അറ്റംപ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് സ്കോർ കിട്ടുന്നില്ലെങ്കിൽ there is something that you need to require to change yourself, change the pattern, change how you are attempting the exam. എന്നാൽ മാത്രം നിങ്ങൾക്ക് സ്കോർ കിട്ടുള്ളൂ. So then ഇത് ശ്രദ്ധിക്കുക, this is something that you can change yourself. So 25 seconds of preparation and 40 seconds of speaking. കൃത്യമായിട്ട് ഞാൻ പറയുന്നു, ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഇസ് നോട്ട് ദ കോണ്ടന്റ് ബട്ട് ദ ഫ്ലുവൻസി. ഫ്ലുവൻസി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കോണ്ടന്റ് വരും. ഇനി 40 സെക്കൻഡ്സ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ നോക്കാം. 25 സെക്കൻഡ്സ് മാക്സിമം ആയിട്ട് നിങ്ങൾ ഒപ്റ്റിമം ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ വീട്ടിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, 25 സെക്കൻഡ്സിന് ടൈമർ വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ദാറ്റ് ഐ എം ഏബിൾ ടു പ്രിപ്പയർ വിതിൻ 25 സെക്കൻഡ്സ്. അതിനേക്കാളും കുറവ് സമയം എടുത്തിട്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഐ എം ഏബിൾ ടു പ്രിപ്പയർ വിതിൻ 18 സെക്കൻഡ്സ്, വാട്ട് അബൌട്ട് ദ റെസ്റ്റ് 7 സെക്കൻഡ്സ്. അപ്പോൾ ആ 7 സെക്കൻഡ്സിൽ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് പോളിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടേക്ക് ദ മാക്സിമം 25 സെക്കൻഡ്സ് ആൻഡ് ദെൻ മൊമെന്റ് ദ റെക്കോർഡിംഗ് സ്റ്റാർട്ട്സ് യു punch in your voice. അത് എപ്പോഴും ശ്രദ്ധിക്കുക, സോ ദാറ്റ് യു ഡു നോട്ട് മിസ് ഓൺ ഫ്ലുവൻസി. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് PT എക്സാമിന് ഒരുങ്ങുന്നവരായിട്ട് ഷെയർ ചെയ്യണം. ഇത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതുപോലത്തെ മെയിൻ കോണ്ടന്റ്സും ഇതുപോലത്തെ നമ്മുടെ ഹാർഡർ സെക്ഷൻസും ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇഷ്ടംപോലെ വീഡിയോസ് വരാൻ പോവാണ്. സോ ഡു നോട്ട് മിസ് ഇറ്റ്. Make sure that you subscribe and click the notification button. Thank you.